പൊളിഞ്ഞ് തകർന്ന് വീഴാറായ ദയനീയ അവസ്ഥയിലായിരുന്നു ഒരു കെട്ടിടം. അതായിരുന്നു മേൽമുറി സെന്റർ LP സ്കൂൾ. പക്ഷേ അത് ഫ്ലാഷ് ബാക്ക്. മലപ്പുറം നഗരസഭ മാറ്റിയെഴുതിയ പുതിയ കഥ കൂടി നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ ഒരാഴ്ച വരെ മഴയേനി. മഴയൊന്നും മാറിയപ്പോളേ ഒടുക്കത്തെ വെയിലും ഭയങ്കര ചൂടും. എന്തൊരു ചൂടല്ലേ, ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ ഭയങ്കര കഷ്ടാവൂലേ ഈ വെയിലത്ത്. കമ്പ്യൂട്ടർ ലാബിലാവും. അതേതാ സ്കൂള്? പോയി നോക്കാം, ഞാൻ വരട്ടെ, നോക്കാമല്ലോ. പച്ചക്കറികളെ കുറിച്ചൊക്കെ പഠിച്ചു. ഒരുപാട് പച്ചക്കറികൾ എനിക്ക് അറിയാവുന്നതാണല്ലോ. നമ്മള് ഉച്ചക്ക് നമസ്കാരം. നമ്മളെ ക്ലാസ് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്ന സ്കൂൾ ഇങ്ങനെ ഹൈടെക് ആയി എന്നൊക്കെ അറിഞ്ഞു. അപ്പൊ കണ്ടപ്പം തന്നെ മനസ്സിന് പുറമേ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സംതൃപ്തി. ചുറ്റുഭാഗത്തുള്ള ഏരിയയിലൊന്നും ഇത്തരത്തിലൊരു സർക്കാർ സ്കൂൾ ഇല്ല. ആദ്യത്തെ രാജ്യത്തെ സമ്പൂർണ്ണ AC LP സ്കൂൾ. ഓ, വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. നമ്മള് പഴയ സ്കൂളില് ഒരു ചുമര് പോലും ഇല്ലാത്ത ഒരു കെട്ടിടത്തിലായിരുന്നു. അവിടുന്നാണ് ഇത്രയും വലിയ നല്ല സൗകര്യങ്ങളിലേക്ക് ഞങ്ങൾ വന്നതും ഇത്രയും സൗകര്യങ്ങളോടുകൂടി കുട്ടികളൊക്കെ പഠിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും 2 AC ഉണ്ട്, പ്രൊജക്ടർ ഉണ്ട്. അതെ 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 ഈ കാലത്ത് പഠിച്ചാൽ മതി. അതെ, വളരെ സന്തോഷമാണ് കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ. എല്ലാരും ഹാപ്പി അല്ലേ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സ്കൂൾ കയറാൻ ഇഷ്ടമാണ്. വീട്ടിലത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. സ്കൂളിനടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ വരല്. ഓരോ ക്ലാസ്സിലും 2 AC, പ്രൊജക്ടറൊക്കെ ഉണ്ട്. സെറ്റപ്പ് സ്കൂളാണ്, ഹൈടെക് സ്കൂളാണ്. ഞങ്ങൾ സ്കൂൾ പഴയ സ്കൂളായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്കൂളിൽ പഠിച്ച ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാധിച്ചതിന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിലുപരി ഞാനിവിടുത്തെ ഒരു രക്ഷിതാവ് കൂടിയാണ്. എൻ്റെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ഏരിയയിലെ കുട്ടികൾക്ക് നല്ല ഭാഗ്യം എന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകർക്കാണ് ഭാഗ്യമെന്ന്. ഭാഗ്യം ഇല്ല എന്ന് ഞാൻ പറയണില്ല. ഇവിടുത്തെ അധ്യാപകർക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ പോകാമായിരുന്നു. പക്ഷേ ഞങ്ങളും ഈ കുട്ടികളോടൊപ്പം വളരെ 7 വർഷത്തോളം ബുദ്ധിമുട്ടി ക്ലാസ് എടുത്ത് മുന്നോട്ട് പോയി. ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി എല്ലാ സൗകര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. കാലത്തിനൊപ്പം തന്നെ എന്നൊക്കെ പറയും, പക്ഷെ ഇത് കാലത്തിന് ഒരു പടി മുന്നേയാണ്. ന്യൂജൻ കാലഘട്ടത്തെ ന്യൂജൻ ക്ലാസ് റൂം എന്നൊക്കെ പറയാം. അനീസ് തോട്ടക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.